നമസ്കാരം. ഇന്നത്തെ ജ്ഞാനതളം ഗുരുജി ബാംഗ്ലൂർ ആശ്രമത്തിൽ നിന്ന് 1995 ഒക്ടോബർ 10 നമുക്ക് പറഞ്ഞു തന്നതാണ് ഈ ജ്ഞാനം. സ്വാതന്ത്ര്യവും അച്ചടക്കവും. സ്വാതന്ത്ര്യവും അച്ചടക്കവും പരസ്പര വിരുദ്ധങ്ങളാണ്, പരസ്പര പൂരകങ്ങളുമാണ്. സ്വാതന്ത്ര്യ സംരക്ഷണമാണ് സുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സുരക്ഷയിൽ സ്വാതന്ത്ര്യമുണ്ടോ? പട്ടാളക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അവർ ബന്ധിതരാണ്. ഇടത്തുകാൽ താഴെ വയ്ക്കാൻ പറഞ്ഞാൽ വലതുകാൽ ചലിപ്പിക്കാൻ പോലും അവർക്ക് പാടില്ല. അളന്ന കാൽവയ്പ്പുകളാണ് അവരുടേത്. സ്വാഭാവിക താളത്തിൽ നടക്കാനുള്ള കഴിവ് പോലും അവർക്കില്ല. സുരക്ഷയിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. എന്നിട്ടും അവരാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത്. അച്ചടക്കമില്ലാത്ത സ്വാതന്ത്ര്യം സുരക്ഷയില്ലാത്ത രാജ്യത്തെ പോലെയാണ്. അച്ചടക്കം സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു. അവ ഒന്നിച്ചു പോകുന്നു. ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ടാകും. സ്വാതന്ത്ര്യത്തിലോ അച്ചടക്കത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് സന്തുഷ്ടനോ അസന്തുഷ്ടനോ ആകാം. വേലികൾക്ക് നിശ്ചിത സ്ഥാനവും ലക്ഷ്യവുമുണ്ട്. പുരയിടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിധം വേലി കെട്ടാനാകില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എവിടെയാണ് വീട് പണിയുക? എന്നാലും ശരിയായ സ്ഥാനത്ത് കെട്ടിയ വേലി പുരയിടത്തെ സംരക്ഷിക്കുന്നു. സ്നേഹം നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. ഭയവും നിങ്ങളെ ശരിയായ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പല മതങ്ങളിലും ഭയത്തിലൂടെയാണ് ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ഒരു പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിൽ പ്രകൃതി തന്നെ ഭയം സൃഷ്ടിക്കുന്നു. ശൈശവത്തിൽ കുട്ടിക്ക് ഭയമില്ല. അവന് അമ്മയുടെ 100% സ്നേഹവും ശ്രദ്ധയും ലഭിക്കുന്നു. പക്ഷേ അവൻ സ്വതന്ത്രനാകും തോറും പ്രകൃതി അവനിൽ ഭയത്തിൻ്റെ ഒരു കണിക നൽകുന്നു. അങ്ങനെ അവൻ ശ്രദ്ധാപൂർവം ജീവിക്കാൻ പഠിക്കുന്നു. സ്വാതന്ത്ര്യം വർദ്ധിക്കുന്തോറും കുറെ കൂടി ശ്രദ്ധയോടെ നടക്കാൻ കുട്ടി പഠിക്കുന്നു. സമ്പൂർണമായ സ്വാതന്ത്ര്യം, അളവറ്റ ആനന്ദം എന്നീ തലങ്ങളെക്കുറിച്ച് അദ്വൈതത്തിൽ പരാമർശമുണ്ട്. എന്നാൽ ആളുകളുടെ ഇഷ്ടവും സൗകര്യവും അനുസരിച്ച് അദ്വൈത ജ്ഞാനത്തെ പൂർണ്ണമായും ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രായോഗികമതികളായാലേ പറ്റൂ. മനസ്സിൽ സ്വാതന്ത്ര്യവും ഹൃദയത്തിൽ പ്രേമവും പ്രവൃത്തിയിൽ അച്ചടക്കവും ഉണ്ടാകണം. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന ഭയം അച്ചടക്കവും സുരക്ഷയും സൃഷ്ടിക്കുന്നു. ഭയമില്ലാതാക്കുക എന്നതാണ് സുരക്ഷയുടെ ലക്ഷ്യം. ഈ പാതയിൽ ജ്ഞാനമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും.